ഡിയർ പാർട്ടിസിപ്പൻസ്, നമുക്ക് ഇനി മെഷർമെന്റിനെ കുറിച്ച് പറയാം അല്ലെ. ലെറ്റ് us have a discussion on measurement. Let me share the screen. Yes, മെഷർമെന്റ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ്. നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് മെഷർമെന്റിനെ കുറിച്ച്. യെസ്, വാട്ട് ഇസ് ആക്ച്വലി മെഷർമെന്റ്? മെഷർമെന്റ് മോഡാലിറ്റീസ് എന്തൊക്കെയാണ്? ചെക്ക് ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കും അല്ലെ. ഒരു സോഷ്യോ എക്കണോമിക് സർവേയിലൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടോ, വാഷിംഗ് മെഷീൻ ഉണ്ടോ, യെസ് ഓർ നോ ഇങ്ങനെ പറയും അല്ലെ. അതിനെയാണ് ചെക്ക് ലിസ്റ്റ്. ഒരു സൈക്കോളജിക്കൽ അനാലിസിസിൽ ഒരാൾ സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട് ചെക്ക് ലിസ്റ്റിൽ? ഇപ്പൊ ഒരു കുട്ടിയുടെ ബിഹേവിയർ പ്രോബ്ലംസ്, ബെഡ് വെറ്റിംഗ് ഉണ്ടോ, അതുപോലെ തന്നെ മൊബൈൽ ഗെയിം അഡിക്ഷൻ ഉണ്ടോ, രാത്രി എണീക്കാറുണ്ടോ, വെള്ളം കുടിക്കാറുണ്ടോ എണീറ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി ചെക്ക് ലിസ്റ്റ്. യെസ് ഓർ നോ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ചെക്ക് ലിസ്റ്റ്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സംതിങ്. ക്വസ്റ്റ്യൻ എന്താണ്? ദർ ഇസ് എ ക്വസ്റ്റ്യൻ ആൻഡ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് അല്ലെ. ഒന്നിലധികം ആൻസേഴ്സ് വരികയും ഒന്ന് കറക്റ്റ് ആൻസർ ആയിരിക്കും, ബാക്കിയുള്ളത് ആൾട്ടർനേറ്റീവ്സ് ആയിരിക്കും, ഡിസ്ട്രാക്ടേഴ്സ് ആയിരിക്കും. അതിനെയാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സ്കെഡ്യൂൾ എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ജനറലി നമ്മൾ ക്വസ്റ്റ്യൻ ഉപയോഗിക്കും. പക്ഷേ എവറിഥിങ് ഈസ് നോട്ട് ക്വസ്റ്റ്യൻ. ബട്ട് ഈ സ്കെഡ്യൂൾ, സ്കെഡ്യൂൾ ഇസ് എക്സാക്ട്ലി ക്വസ്റ്റ്യൻ, ഓൺലി ദ അഡ്മിനിസ്ട്രേഷൻ മാറ്റേഴ്സ്. ക്വസ്റ്റ്യൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ പാർട്ടിസിപ്പന്റിന് കൊടുത്ത് അവരാണ് ഫില്ല് ചെയ്യുന്നത്. സ്കെഡ്യൂൾ ആകുമ്പോൾ അക്ഷരം അറിയാത്തവര്, ചെറിയ കുട്ടികള്, ബുദ്ധിക സ്ഥിരതയില്ലാത്ത ആളുകള്, അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്തവർ, ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പൊ അതിന്റെ പേരാണ് സ്കെഡ്യൂൾ. ഐ ആം ഫില്ലിംഗ്, ഇഫ് ഐ ആം ദ ഞാനാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ ഞാനാണ് അത് ഫില്ല് ചെയ്യുന്നത്. ഐ എം ആസ്കിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് റൈറ്റിംഗ് ആൻസേഴ്സ് ഫോർ ദ പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പന്റിന് വേണ്ടി ഞാൻ അതിന്റെ ആൻസർ ടിക്ക് ചെയ്യും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് സ്കെഡ്യൂൾ. ടെസ്റ്റ് അറിയാലോ, ഇന്റലിജൻസിന് അച്ചീവ്മെന്റിനൊക്കെ നമ്മൾ ടെസ്റ്റ് ഉപയോഗിക്കും, അവയർനെസ് ടെസ്റ്റുകൾ ഉപയോഗിക്കും, സ്കിൽ ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കും. സ്കെയിൽ വാട്ട് ഇസ് സ്കെയിൽ? എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, അൺഡിസൈഡഡ് എന്നൊക്കെ പറഞ്ഞ ഫ്രീക്വൻസി, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരികയും അതിന്റെ നമ്മളെ ഒപ്പീനിയൻ ചോദിക്കുന്ന തരത്തിൽ എഗ്രിമെന്റ് ചോദിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തരും, അത് ഒക്കോറൻസ് ഓഫ് ഫ്രീക്വൻസി, ആൾവേസ്, സംടൈംസ്, നെവർ അങ്ങനെ ചോദിക്കും. വെദർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു യു, വെരി ട്രൂ ഫോർ മീ, വെരി ട്രൂ വിത്ത് മീ, untrue with me, not at all true with me. Like there will be scaling. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ടു മീ, നോട്ട് ഇമ്പോർട്ടന്റ് ടു മീ, നോട്ട് അറ്റ് ആൾ ഇമ്പോർട്ടന്റ്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ സ്കെയിലിംഗ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ തന്നിട്ട് അതിന്റെ ബേസ് ചെയ്തുകൊണ്ട്. സൈക്കോളജിയിലെ പല കൺസ്ട്രക്റ്റുകൾ നമ്മൾ സ്കെയിലിലൂടെയാണ് മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, കൊമേഴ്സ്, സോഷ്യൽ വർക്ക്, എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഇതിലൊക്കെ നമ്മൾ സ്കെയിൽ വൈഡ്ലി ഉപയോഗിക്കുന്നതാണ്. സെമാന്റിക് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന മറ്റൊരു സ്കെയിലിംഗ് ആണ്. അവിടെ രണ്ട് എക്സ്ട്രീം അഡ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എക്സ്ട്രീം അഡ്ജക്റ്റീവ്സ് കൊടുത്തിട്ടായിരിക്കും അതിന്റെ ഇടയിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ സെമാന്റിക് ഡിഫറൻഷ്യൽ കാറ്റഗറി ഓഫ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. അതായത് ഐ എം എ ഗുഡ് ബോയ്, ഐ എം എ ബാഡ് ബോയ്, ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി 9 points ഫോർ എക്സാമ്പിൾ. അപ്പൊ അതിൽ ഏതിനോട് അടുത്താണ് എന്റെ പോയിന്റ്? ഞാൻ സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് അസസ്മെന്റ് ആണ് സെമാന്റിക് ഡിഫറൻഷ്യൽ. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സ്കെയിൽ ഉണ്ടാക്കുന്നത്? വി ഹാവ് ടു ഓപ്പറേഷണലൈസ്. ഒരു കൺസ്ട്രക്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓപ്പറേഷണലൈസ് ചെയ്യണം. അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് മെഷറിംഗ് കൺസ്ട്രക്ട്, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ചില ഇൻഡിക്കേറ്റേഴ്സ് റിഫ്ലക്റ്റീവ് ആയിരിക്കാം, ചിലത് ഫോർമേറ്റീവ് ആയിരിക്കും. അതിനെ ഐഡന്റിഫൈ ചെയ്യും. റിഫ്ലക്റ്റീവ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് റിഫ്ലെക്ട്സ് ആൻ അണ്ടർലൈനിങ് കൺസ്ട്രക്ട്. ഫോർ എക്സാമ്പിൾ, സോഷ്യലി ഇന്റലിജന്റ് പേഴ്സൺ ബിഹേവ്സ് വെൽ ഇൻ സൊസൈറ്റി. ചില കൺസ്ട്രക്ട് അങ്ങനെയായിരിക്കും. സോഷ്യൽ ഇന്റലിജൻസ് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പൊ നന്നായി സോഷ്യലി ഇന്റലിജന്റ് ആയ ആളെന്തായിരിക്കും? നല്ല രീതിയിൽ പെരുമാറും. അത് അതിന്റെ റിഫ്ലക്റ്റീവ് ഇൻഡിക്കേറ്റർ ആണ്. ചിലത് ഫോർമേറ്റീവ് ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സോഷ്യലി ഇന്റലിജൻസ്, സെൽഫ് അവയർനെസ് ആൻഡ് സോഷ്യൽ അവയർനെസ് ആർ ഡയമെൻഷൻ. സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിൽ സെൽഫ് അവയർനെസ് ഇത് അണ്ടർലൈങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും. സോഷ്യൽ ഇന്റലിജൻസിന്റെ ആയിട്ടുള്ള ആള് സോഷ്യൽ അവയർനെസ് അയാൾക്ക് ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് വിസിബിൾ ആയി അത് കാണില്ല. ഒന്ന് വിസിബിൾ ആയി കാണുന്നത് റിഫ്ലക്റ്റീവ് ഇൻഡിക്കേറ്റർ, രണ്ടാമത്തത് ഫോർമേറ്റീവ് ഇൻഡിക്കേറ്റർ, അണ്ടർലൈങ് ആയിരിക്കും. ഇങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇനി ഞാൻ തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള കാര്യമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ഇൻഡെക്സ് ഉപയോഗിക്കണോ, ടൈപ്പോളജി ഉപയോഗിക്കണോ, സ്കെയിൽ ഉപയോഗിക്കണോ, ക്വസ്റ്റ്യൻ ഉപയോഗിക്കണോ, ടെസ്റ്റ് ഉപയോഗിക്കണോ, ഏത് ഉപയോഗിക്കണമെന്ന്, ഏത് തരം മെഷർമെന്റ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കും. ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യും? ഏത് തരം മെഷർമെന്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്? നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, ഇന്റർവൽ ആണോ, റേഷ്യോ ആണോ?
സ്കെയിൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ എന്തൊക്കെയായിരിക്കണം? സ്കെയിലിന്റെ കാര്യം, സ്കെയിലിംഗ് 3 പോയിന്റ് വേണോ, 5 പോയിന്റ് വേണോ, 7 പോയിന്റ് വേണോ? സാധാരണ പറയാറ് നമ്മള് അക്ഷരാഭ്യാസം ഉള്ള ആളുകൾക്ക് 5 പോയിന്റ് ഉപയോഗിക്കണം. നമ്മുടെ ഗ്രേഡ് കൂടുന്തോറും നമ്മൾ 5 above 7.9 പോയിന്റ് ഒക്കെ സ്കെയിൽ ഉപയോഗിക്കണം. ഒരിക്കലും 3 പോയിന്റ് സ്കെയിലിൽ നിർത്തരുത്. കുട്ടികളാണെങ്കിൽ 5 പോയിന്റ് ഉപയോഗിക്കാം. അതിന് മുതിർന്നു വരും തോറും നോളജബിൾ ആണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്, മുതിർന്നവരാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഡിഗ്രി ഉള്ള സ്കെയിൽസ് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഏത് പ്രൊസീജിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലൈക്കർട്ട് സ്കെയിൽ ആണോ, തേഴ്സ്റ്റൺ? ഇതൊക്കെ ഒന്ന് രണ്ട് ഫോർമാറ്റുകളാണ് സ്കെയിലിംഗിന്റെ. തേഴ്സ്റ്റൺ ഫോർമാറ്റ്, ലൈക്കർട്ട് ഫോർമാറ്റ്, സെമാന്റിക് ഡിഫറൻഷ്യൽ ഫോർമാറ്റ്. ഏത് ഫോർമാറ്റിലാണ് എനിക്ക് സ്കെയിൽ ആണെങ്കിൽ സ്കെയിൽ ഉപയോഗിക്കേണ്ടത്? ഇനി ഇത് പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ്? വെറുതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നാളെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയല്ല ശരി. ഒരു തിയറിറ്റിക്കൽ സ്കെച്ച് പഠിക്കണം. ഇഫ് ഇറ്റ് ഈസ് അൺഎംപ്ലോയ്മെന്റ്, ഐ ഹാവ് ടു റീഡ് വാട്ട് ഈസ് അൺഎംപ്ലോയ്മെന്റ്, വാട്ട് ആർ ദ ബേസിക്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഏതൊക്കെ തിയറീസ് ഉണ്ട്, ഏതൊക്കെ തരത്തിൽ അൺഎംപ്ലോയ്മെന്റ്, എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ പോസിബിൾ, ഇതിനെ കുറിച്ചുള്ള പഠിക്കും. അതിന്റെ തിയറിറ്റിക്കലി ഒരു നോളജ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു, സ്കെയിൽ ആണെങ്കിൽ ഞാൻ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യും. അത് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ടിനോട് 10 പേർക്ക് കൊടുത്തിട്ട് അവരുടെ ഒപ്പീനിയൻ ചോദിക്കും. അതിനുശേഷം ഒരു പൈലറ്റ് സ്റ്റഡിയിലൂടെ 100 പേരിൽ ഞാൻ അത് കണ്ടക്ട് ചെയ്യുന്നു. പൈലറ്റ് സ്റ്റഡി നടത്തിയിരുന്ന അവർ കിട്ടിയ റെസ്പോൺസിനെ ഞാൻ അനലൈസ് ചെയ്യുന്നു. ഐറ്റംസ് ക്ലിയർ ആണോ, പ്രോപ്പറായി ആൻസർ വന്നിരിക്കുന്നു, ഐറ്റം അനാലിസിസ് പ്രൊസീജിയറിലെ കടന്നു പോകും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഡിഫിക്കൽട്ടി ഇൻഡെക്സ്, ഡിസ്ക്രിമിനേറ്റിംഗ് വാല്യൂ, ഫെസിലിറ്റി ഇൻഡെക്സ്, അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ അനാലിസിസ്, ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ടി ഇൻഡെക്സ്, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, ഡിസ്ട്രാക്ഷൻ അനാലിസിസ്, ഫെസിലിറ്റേഷൻ ഇൻഡെക്സ്. ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യനും ടെസ്റ്റും ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നത്. അതല്ല ഒരു സ്കെയിൽ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ ടി ടെസ്റ്റ്, ഹയർ ഗ്രൂപ്പ്, ലോവർ ഗ്രൂപ്പ് എന്നിങ്ങനെ അവരുടെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി 2 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ടോപ്പ് വരുന്ന 27%, ബോട്ടം സ്കോർ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ കുറഞ്ഞു കിട്ടിയ ആളുകളെ 2 ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. 54നെ മാത്രമേ നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ 27%നെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. ലോവർ മാർക്ക് കിട്ടിയ 27% സെക്കൻഡ് ഗ്രൂപ്പായിട്ട്. അവരുടെ ഓരോ ക്വസ്റ്റ്യനും ഓരോ സ്റ്റേറ്റ്മെന്റിനും കിട്ടിയിരിക്കുന്ന ആൻസേഴ്സിന്റെ ബേസ് കൊണ്ട് നമ്മൾ ടി ടെസ്റ്റ് കാണും. അങ്ങനെ അതിൽ ടി ടെസ്റ്റ് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ അതിനെ എടുക്കുന്നു, അല്ലാത്തതിനെ നമ്മൾ കളയുന്നു, അല്ലാത്ത ഐറ്റംസിനെ കളയുന്നു. സാധാരണ നമ്മൾ പറയാറ് 3 times more items should be there in the questionnaire or scale. 3 മടങ്ങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോഴാണ് അതിൽ നമ്മൾ കുറച്ചെണ്ണം കളഞ്ഞ് ബാക്കിയുള്ളതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് വാലിഡിറ്റി. ഇപ്പൊ നമ്മൾ ഐറ്റം അനാലിസിസ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയില്ല. ദെൻ വാലിഡിറ്റിയിലേക്ക് പോകണം. വാട്ട് ഈസ് വാലിഡിറ്റി? പ്രോപ്പർ വാലിഡിറ്റി എസ്റ്റാബ്ലിഷ്. I will deal you in next slide, next video. So I'm not going to deal it in detail here. അതിന്റെ റിലയബിലിറ്റി പ്രോപ്പർ ആണ്. സ്കെയിലിന്റെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന്റെ ഒക്കെ കൺസിഡറേഷൻസ് ആണ്. അതിന്റെ നോംസ് നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഇതിനെ അസസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഇവർക്ക് കൂടുതൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അതിന്റെ നോംസ് എന്താണ്, അതിന് വേണ്ടി വീണ്ടും ഒരു കാൽക്കുലേഷൻ ചെയ്യണം, വീണ്ടും ഒരു ഡാറ്റ കളക്ഷൻ. ഓരോ സ്റ്റേജിലും ഡിഫറെന്റ് ഡാറ്റ കളക്ഷൻസ് ചെയ്യണം. പൈലറ്റിംഗ് കഴിഞ്ഞ് ഐറ്റം അനാലിസിസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വാലിഡിറ്റി ചെയ്യുമ്പോൾ പല വാലിഡിറ്റിക്ക് വേണ്ടി പലതരത്തിൽ ഡാറ്റ കളക്ഷൻ ചെയ്യണം. റിലയബിലിറ്റിക്ക് വേണ്ടി വീണ്ടും ഒരു ഡാറ്റ കളക്ഷൻ ചെയ്യണം. നോംസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു ഡാറ്റ കളക്ഷൻ. അങ്ങനെയാവുമ്പോഴാണ് നമ്മുടെ സ്കെയിൽ കംപ്ലീറ്റ് ആവുന്നത്. ദിസ് ഈസ് അബൌട്ട് മൈ വീഡിയോ. Then we'll meet you again in another video. Thank you. Have a nice time.